നിങ്ങളെല്ലാവരും നല്ല സ്മാർട്ടായിട്ടുള്ള, പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അംബീഷ്യസ് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ പഠിക്കുന്ന സമയത്ത് പല പല കാരണങ്ങൾ കാരണം പഠിപ്പ് മുടങ്ങിപ്പോവാറുണ്ട്. അതെന്തൊക്കെയാണ് കാരണങ്ങളെന്ന് ഞാൻ പറയണ്ടല്ലോ. പല പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ക്ഷീണം വരാം, ഉറക്കം വരാം. അങ്ങനെ പല കാരണങ്ങൾ കാരണം നിങ്ങളുടെ പഠിപ്പ് മുടങ്ങിപ്പോവാറുണ്ട്. പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ ഞാൻ പറയുന്ന പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് പഠിച്ചു നോക്കൂ. നിങ്ങൾക്ക് നല്ല സ്മാർട്ടായിട്ട് പഠിക്കാൻ പറ്റും. സ്മാർട്ടായിട്ട് പഠിക്കാൻ ഒരു 5 ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പ്ലാനിങ്, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ചാൻസ് കൂടുതലാണ്. ടൈം മാനേജ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എങ്ങനെയാണ് സക്സസ്ഫുള്ളായി ടൈം മാനേജ് ചെയ്ത് പഠിക്കാറുള്ളത് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പേജ് പഠിക്കാൻ ശരാശരി ഒരു വ്യക്തി എടുക്കുന്ന ടൈം 10 to 15 minutes ആണ്. ഇറ്റ് ഡിപ്പെൻസ്. ചിലർക്ക് കൂടുതൽ സമയം ആവശ്യം വരും, ചിലർക്ക് ഇത്ര സമയം ആവശ്യം വരില്ല. സോ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ രാവിലെ 6 മണിക്കാണ് പഠിക്കാൻ തുടങ്ങുന്നത് എങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് പഠിച്ചു തീരും എന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയത്തിൻ്റെ നമ്പർ ഓഫ് പേജസ് നോക്കിക്കൊണ്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു 12 പേജ് ഉണ്ടെങ്കിൽ ഏകദേശം 3 മണിക്കൂറാണ് സ്റ്റഡി ടൈം വരിക. ദെൻ റൈറ്റ് ഡൗൺ ദ പ്ലാൻ ഇൻ എ പേജ്. അതായത് 6 AM to 7 AM ഒരു ഹൈഫൺ ഇടുക, എന്നിട്ട് അതിന് നേരെ നമ്പർ ഓഫ് പേജസ് എഴുതാം. അതായത് പേജ് നമ്പർ 70 to പേജ് നമ്പർ 73. 7 AM അടുത്ത ലൈൻ 7 AM to 8 AM, അതിന് നേരെ ഹൈഫൺ ഇട്ടിട്ട് പേജ് നമ്പർ 73 to പേജ് നമ്പർ 77. ഇപ്രകാരം നിങ്ങൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം പഠിക്കാൻ ആരംഭിക്കുക. എന്നിട്ട് ഓരോ 4 പേജ് കഴിയുമ്പോൾ, അതായത് 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ എഴുതിയതിന് നേരെ ഒരു ടിക്ക് മാർക്ക് ഇടുക. നിങ്ങൾ പ്ലാൻ ചെയ്ത് എഴുതിയതിന് നേരെ ടിക്ക് മാർക്ക് ഇടുക. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരും. ഇതുവഴി നമുക്ക് ആ ചാപ്റ്റർ മുഴുവൻ പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉടലെടുക്കും. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും പഠിക്കാറുണ്ടോ? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. സെക്കൻഡ് തിങ്, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. ഇതെന്താണെന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും. ശരിയാണ്, നമ്മുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ തന്നെയാണ്. ഇനി പഠിക്കാൻ മൊബൈൽ ഫോൺ കൂടിയേ തീരൂ, അതായത് അത്യാവശ്യമാണ്, നോട്ട്സും കാര്യങ്ങളും ഒക്കെ മൊബൈൽ ഫോണിലൂടെയാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ഏതൊക്കെ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആണ് നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതെല്ലാം ടേൺ ഓഫ് ചെയ്യാം. എന്നിട്ട് പഠിക്കാൻ ആരംഭിക്കാം. നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുന്ന വില്ലനാണ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ടേൺ ഓഫ് ദ നോട്ടിഫിക്കേഷൻസ് ഓഫ് ഓൾ ദ ആപ്സ് ദാറ്റ് ഡിസ്ട്രാക്ട് യു. ഇനി ഈ മൊബൈൽ ഫോൺ മാത്രമല്ലാതെ പല പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അത് ഓരോരോ സാഹചര്യങ്ങളിൽ ഓരോന്നാണ്. സോ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നെല്ലാം മാറി നിൽക്കാനായി നിങ്ങൾ ശ്രമിക്കണം. കാരണം പഠിക്കേണ്ടത് നിങ്ങളുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ടേക്ക് ഇൻ്റർവെൽസ്. കേൾക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നൊരു കാര്യമാണ് അല്ലേ? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സമയം ഒരു മുഷിപ്പും കൂടാതെ പഠിക്കാൻ ആഗ്രഹമില്ലേ? അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ഇൻ്റർവെൽസ്. ഇത് നിങ്ങളുടെ മനസ്സിനെ റീഫ്രഷ് ചെയ്യും, ബ്രെയിനിനെ റീസെറ്റ് ചെയ്യും. നിങ്ങളുടെ ഫോണിൻ്റെ ചാർജ് തീരുമ്പോൾ നമ്മൾ ചാർജിലിടില്ല, അത് പിന്നെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അതുപോലെ നിങ്ങളെ റീചാർജ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇൻ്റർവെൽ എടുക്കുന്നത്. ഓരോ 45 to 60 മിനിറ്റ്സ് കൂടുമ്പോഴും 10 to 15 മിനിറ്റ്സ് ഫ്രീ ടൈം എടുക്കണം. അത് നിർബന്ധമായിട്ടും എടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, എനിക്കിപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ എടുക്കാം എന്നൊക്കെ. ബട്ട് യു വിൽ എൻഡ് അപ്പ് ടയർഡ് ഇൻ ദ നെക്സ്റ്റ് അവർ. പിന്നീട് അങ്ങോട്ട് പഠിക്കാനുള്ള ഒരു ഉന്മേഷം നിങ്ങൾക്കുണ്ടാവില്ല. അതുകൊണ്ട് കൃത്യ ഇടവേളകളിൽ ഇൻ്റർവെൽ എടുക്കണം. പിന്നെ ഈ ഫ്രീ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഐ സജസ്റ്റ് നോട്ട് ടു സ്ക്രോൾ ത്രൂ യുവർ മൊബൈൽ ഫോൺ. കാരണം ഇൻ്റർവെൽ നീണ്ടു പോവാനും ഈ ഫോൺ സ്ക്രീൻ കാരണം നിങ്ങൾ കൂടുതൽ ടയേർഡ് ആവാനും ചാൻസ് ഉണ്ട്. പകരം യു ക്യാൻ ഗോ ഫോർ എ വാക്ക് ഓർ അമ്മയുമായിട്ട്, വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കാം. ഇത് നല്ല സന്തോഷം തരുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ നല്ല പാട്ടുകൾ കേൾക്കാം. സോ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന, നിങ്ങളെ നശിപ്പിക്കാതെ സന്തോഷിപ്പിക്കുന്നതെന്തും നിങ്ങൾക്ക് ചെയ്യാം.
നാലാമത്തെ കാര്യം, യുവർ സ്റ്റഡി ടേബിൾ ഓർ യുവർ സ്റ്റഡി ഏരിയ. ആകെ അലമ്പായി കിടക്കുന്ന ഒരു റൂമിലേക്കാണോ അതോ നല്ല ഓർഗനൈസ്ഡായി വൃത്തിയായി വെച്ചിട്ടുള്ള ഒരു റൂമിലേക്കാണോ കടന്നു ചെല്ലാനായി നിങ്ങൾ ആഗ്രഹിക്കുക? നല്ല വൃത്തിയായ മുറിയിലേക്കല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്റ്റഡി ഏരിയ. നിങ്ങൾക്ക് പഠിക്കാനായി അവിടേക്കൊന്ന് കടന്നു ചെല്ലാൻ തോന്നണമെങ്കിൽ ആ ഒരു ഏരിയ നല്ല നീറ്റായിട്ടിരിക്കണം. നിങ്ങളുടെ സ്റ്റഡി ടേബിളും റൂമും ഒക്കെ ഇപ്പം എങ്ങനെ കിടക്കണം? നല്ല നീറ്റ് ആൻഡ് ടൈഡി ആണോ? അങ്ങനെയാണെങ്കിൽ അടിപൊളി. അതല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു നനഞ്ഞ തുണി എടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ ആ ടേബിളിലിരിക്കുന്ന ബുക്കും പെൻസിലും ബോക്സുകളൊക്കെ ഒന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് വെച്ച് ആ ടേബിൾ നന്നായി ഒന്ന് തുടയ്ക്കുക. ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായി തുടച്ചതിന് ശേഷം പുസ്തകങ്ങളൊക്കെ തിരിച്ച് അടക്കി പറക്കി വെക്കുക. വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന നല്ല കോട്ട്സ് ഓർ അഫർമേഷൻസ് ഒക്കെ എഴുതിയിട്ടുള്ള പേപ്പേഴ്സ് ഒട്ടിച്ച് വെക്കാം. അങ്ങനെ നിങ്ങളുടെ സ്റ്റഡി ഏരിയ നല്ല നീറ്റാക്കി വെച്ചിട്ട് പഠിച്ചു നോക്കൂ, അടിപൊളിയായിരിക്കും. അഞ്ചാമത്തെ കാര്യം, ടേക്ക് ഡൗൺ നോട്ട്സ്. ഞാൻ പലപ്പോഴും ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കപ്പോഴും മറന്നു പോകാറുണ്ട്. അതെവിടെയെങ്കിലൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ പിന്നെ മറക്കില്ല, അത് മറക്കാതെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കും ഇതുപോലെ സംഭവിച്ചിട്ടില്ലേ? ഇത് തന്നെയാണ് പഠിക്കുമ്പോഴും. വായിച്ച് പഠിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ നോട്ട് കൂടി എഴുതിയാൽ ഇറ്റ് ഈസ് മോർ ഇഫക്റ്റീവ്. നോട്ട് ടേക്കിംഗ് എൻഹാൻസസ് റിറ്റൻഷൻ. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നേരം മനസ്സിൽ നിൽക്കുന്നതിന് വേണ്ടി നോട്ട് എഴുതുന്നത് സഹായിക്കും. ചിലർ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് പേനകളൊക്കെ യൂസ് ചെയ്ത് നോട്ട് എഴുതുന്നത് കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല, പക്ഷേ ഇഫക്റ്റീവായിട്ട് പഠിക്കണമെങ്കിൽ 2 കളേഴ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു കളർ യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് എഴുതാം. 2 അല്ല, ഒരു പേന കൂടെ യൂസ് ചെയ്യണമെങ്കിൽ ഓക്കെ, 3 പേന മാക്സിമം. 3 കളേഴ്സ് ഓഫ് പെൻസ് മാക്സിമം. നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് അതുപോലെ തന്നെ പകർത്തി വയ്ക്കുന്നതിൽ കാര്യമില്ല. ആദ്യം ടെക്സ്റ്റ് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടെ രീതിയിൽ എഴുതുക. ഡു നോട്ട് കോപ്പി ദ ടെക്സ്റ്റ് ബുക്ക് വൊക്കാബുലറി. എന്നാൽ ചില ലോസ് പ്രിൻസിപ്പിളൊക്കെ അങ്ങനെ തന്നെ എഴുതി വയ്ക്കണം, അതൊന്നും മാറ്റരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നല്ല സ്മാർട്ടായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ. ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് വളരെ ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സ്റ്റഡി ഏരിയ ഒക്കെ നല്ല വൃത്തിയാക്കി പ്ലാൻ ചെയ്ത് ടൈം ഇൻ്റർവെൽസ് ഒക്കെ എടുത്ത് നോട്ടൊക്കെ എഴുതി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ച് നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു നോക്കും. ഓൾ ദി ബെസ്റ്റ്.